എങ്ങനെയാണ് വളരെ കുറഞ്ഞ തുകയ്ക്ക് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഏകദേശം 8 മാസം മുമ്പാണ് നമ്മളുടെ മീസല്ല എന്ന ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു മാസം 1.5 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് നമ്മളുടെ ഒരു ബിസിനസ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം നമ്മൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാലത്തും ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ്. സമയമെടുത്ത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഫുഡ് ഐറ്റംസ് ഒന്നും പോലെ പെട്ടെന്ന് ചീത്തയാകുന്ന ഐറ്റം അല്ല. സമയമെടുത്ത് സാവധാനം നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ബിസിനസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്സിലോട്ട് ആകർഷിച്ചത്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓൺലൈൻ വഴി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് കൂടിയാണ്. നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിലൊന്നും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ബ്രാൻഡ് നെയിമും ലോഗോയും നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ ലോഗോയൊക്കെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജെമിനി ഒക്കെ വഴി ക്രിയേറ്റ് ചെയ്യാമെങ്കിലും ഒരിക്കലും മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അത്രയും ഒരു രീതിയിൽ വരില്ല. നമ്മൾ ഏത് AI ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താലും ട്രേഡ് മാർക്കിന്റെ ഇഷ്യൂ, നമ്മുടെ ലീഗൽ ആയിട്ടുള്ള സൈഡിന്റെ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലോഗോ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് ലോഗോസ് ഒക്കെ ആയിട്ട് ഇതിന് ചിലപ്പോൾ സിമിലാരിറ്റി വരാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ മാനുവൽ ആയിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യുന്നതായിരുന്നു. ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്തപ്പോഴും നമ്മൾ ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീഗൽ ആയിട്ടുള്ള സൈഡ് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് നമുക്കൊരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഓൾറെഡി വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരാണെങ്കിൽ നമുക്ക് ഫൈൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിനൊക്കെ ഇടുന്ന ഒരു പേര് തന്നെയാണല്ലേ നമ്മളുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ മീസല്ല എന്ന ബ്രാൻഡ് നെയിം നമ്മൾ ഫിക്സ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പ് സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സിം എടുക്കുകയും നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാ സെറ്റിംഗ്സും ചെയ്തു. നമ്മളുടെ അക്കൗണ്ട് പബ്ലിക് ആയിട്ടുള്ള അക്കൗണ്ടായി ഒരു ബിസിനസ് അക്കൗണ്ടാക്കി സെറ്റ് ചെയ്തു. ലോഗോയ കാര്യങ്ങൾ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ SEO ബേസ് ചെയ്തിട്ട് എഴുതി റെഡിയാക്കി. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളുടെ മീസല്ല ഡ്രസ്സിനും ജ്വല്ലറിക്കും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ റെഡിയാക്കി. ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ നമ്മൾ എഴുതി റെഡിയാക്കി വെച്ചു. എല്ലാ സെറ്റിംഗ്സും നമ്മൾ ചെയ്ത് വെച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ റെഡിയാക്കി. അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് എവിടെ നിന്ന് ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളതായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് കേരളത്തിന് പുറത്തുള്ള ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്തു. എങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പം മിനിമം പർച്ചേസ് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ആയിട്ട് അധികം എമൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളം ബ്രോഡ്വേ ആണ് സെലക്ട് ചെയ്തത്. ബ്രോഡ്വേയിൽ അതിലും നേക്കാൾ കഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് പ്രോഡക്റ്റ് കാണണമെങ്കിൽ പോലും ഷോപ്പിൽ ഫസ്റ്റ് തന്നെ ഇത് മിനിമം പർച്ചേസ് ഉണ്ട്, ഹോൾസെയിൽ ആണ്, അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് പറഞ്ഞ ശേഷമാണ് മിക്ക ആളുകളും ഷോപ്പിലോട്ട് പോലും കയറ്റിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മേഘ എന്ന് പറയുന്ന ജ്വല്ലറിയിൽ അന്ന് മിനിമം പർച്ചേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേഘയിൽ നിന്നാണ് ഫസ്റ്റ് ടൈം ജ്വല്ലറി വാങ്ങിച്ചത്. 2000 രൂപയ്ക്കാണ് നമ്മൾ ജ്വല്ലറി വാങ്ങിച്ചത്. അങ്ങനെ 2000 രൂപയ്ക്ക് ജ്വല്ലറിയൊക്കെ വാങ്ങിച്ച ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മളുടെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇട്ടു. അത് നമ്മൾ പോസ്റ്റ് ഇട്ട അന്ന് തന്നെ നമ്മളുടെ ജ്വല്ലറി മുഴുവൻ സോൾഡ് ഔട്ട് ആയി പോയി. അതിന്റെ കാരണം ഇപ്പോൾ നമ്മൾ ഇന്നൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്നു, ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വഴി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അന്ന് പ്രോഡക്റ്റ് വിറ്റ് കിട്ടിയ എമൗണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമുക്ക് വിറ്റപ്പോൾ പിന്നെ റിട്ടേൺ കിട്ടിയല്ലോ. അപ്പോൾ ആ എമൗണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും മേഘയിൽ നിന്ന് തന്നെ റീപർച്ചേസ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ റീപർച്ചേസ് ചെയ്ത് പ്രോഡക്റ്റ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയപ്പോൾ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഹോൾസെയിലേഴ്സിനെ നോക്കിയായിരുന്നു. അങ്ങനെ ചെന്നൈ, ബാംഗ്ലൂര്, മുംബൈ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി.
അവിടെ നല്ല നല്ല ഹോൾസെയിലേഴ്സിനെ നമ്മൾ കണ്ടെത്തി ഓൺലൈൻ ആയിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ നല്ല മാനുഫാക്ചേഴ്സിനെ, നല്ല ഹോൾസെയിലേഴ്സിനെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ് പിന്നീട് ആലോചിച്ചത്. നല്ല രീതിയിൽ എല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ആഡ്സ് ചെയ്തു, മെറ്റാ ആഡ്സ് ചെയ്തു, നമ്മൾ നോർമൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ബിസിനസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ലീഗൽ ആയിട്ടുള്ള കാര്യം കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ ലൈസൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ജ്വല്ലറി ബിസിനസിന്റെ ജേർണി. തീർച്ചയായിട്ടും നമ്മൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എങ്കിലും ഞങ്ങൾ തുടങ്ങിയ ബിസിനസ് ബാക്കിലോട്ട് പോകില്ല, മുന്നിലോട്ടാണ് ഉള്ളൂ എന്ന് കരുതി തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് നമുക്കിപ്പോൾ വിജയിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിസിനസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും ബിസിനസ് പറയുന്നത് പോലെ അത്ര സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നു. നമ്മൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ പേടിയുണ്ട്, പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റൂം കിട്ടാനായിട്ട് സേഫ്റ്റി ഇഷ്യൂ, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷം തന്നെയാണ്. എല്ലാം വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചേർന്നിട്ട് ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജ്വല്ലറി ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ട്രെയിനിങ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നാണ് പ്രോഡക്റ്റ്, ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ആരൊക്കെയാണ്, എവിടെ നിന്നാണ് റേറ്റ് കുറച്ചിട്ട് കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ മീഡിയ പേജ് എങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെ പ്രോഡക്റ്റ് അയക്കും, പാക്ക് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ നമ്മളുടെ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സിന് വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും നൽകുന്നതാണ്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് കാണേണ്ടവർക്ക് ക്ലാസ് കണ്ട ശേഷം ഡൗട്ട് ചോദിക്കാം, ലൈവിൽ കയറേണ്ട ആളുകൾക്ക് ലൈവിൽ കയറാം, ഡൗട്ട്സ് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.